നാട് മുടിക്കും വീട് മുടിക്കും മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട. 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 അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. മദ്യം വിറ്റ് പണമുണ്ടാക്കും സർക്കാരെ. മദ്യം വിറ്റും പണമുണ്ടാക്കും സർക്കാരെ. അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. അടച്ചുപൂട്ടു അടച്ചുപൂട്ടു മദ്യക്കൊലയറ അടച്ചുപൂട്ടു. കൊച്ചേ എൻ്റെ കൂടെ വരണ്ട, ഞാൻ പോണേണെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. അപ്പം ഞാൻ ചോദിച്ച് സിസ്റ്റർ എവിടെ പോണേന്ന്. ഇതേ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് അത് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അവർ വരട്ടെ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവരൊക്കെ ഇനി എപ്പോഴാണ് ഇത്രയൊന്നും അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞു. സദ്യത്തിൽ എന്താണ് പറയുന്ന ഒരു പിടിപ്പുള്ള ആളാണ് മാനമ്മ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ ശരിയായി എടുക്കാൻ അനമ്മനെ എപ്പോഴും സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഉരുക്ക് വനിത എന്ന് പറയാം. കാര്യം ആരെയും പേടിയില്ലാത്ത ഒരു സിസ്റ്ററാണ്. എറണാകുളത്തിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച ആനിയമ്മ. വിമോചന സമരകാലം മുതൽ വാക്കുകൾ ചാട്ടുളി പോലെ അധികാരവർഗത്തിന്റെ നെഞ്ചിടിപ്പുകളെ പിടിച്ചുലയ്ക്കാൻ തുടങ്ങിയിട്ട് 80 സംവത്സരങ്ങൾ പിന്നിടുന്നു. ഇന്നും സമരവേദികളെ സജീവമാക്കി പ്രതിബന്ധങ്ങളെ തട്ടിയകറ്റി പടവുകൾ ഓരോന്നും കീഴടക്കുകയാണ് ആനി സിസ്റ്റർ. എൻ്റെ വീട് ചരിത്രപ്രസിദ്ധമായ വല്ലാർപാടം പള്ളിയുടെ തൊട്ടടുത്താണ്. അപ്പൂപ്പൻ മാഷായിരുന്നു, അപ്പൻ മാഷായിരുന്നു. അപ്പൂപ്പൻ്റെ അനിയൻ അച്ഛൻ OCD അച്ഛനായിരുന്നു കണ്ണകുന്നത്ത് പള്ളിയിൽ. പിന്നെ അപ്പൻ്റെ പെങ്ങള് സിസ്റ്ററാണ്, അമ്മയുടെ അനിയത്തി സിസ്റ്ററാണ്. അപ്പോൾ പഠിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് 8ാം ക്ലാസ്സിൽ വെച്ച ഒരു ധ്യാനം കൂടിയപ്പോൾ ഒരാഗ്രഹം സിസ്റ്റർ ആവണമെന്ന്. അപ്പോൾ ഞാനത് എന്നെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് എഴുതിയിട്ടു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ധ്യാനഗുരു പറഞ്ഞു, ഒരാൾ എഴുതിയിരിക്കുന്നത് കുറച്ച് കഠിനമാണ്. കാരണം ഈ പ്രായത്തിൻ്റെ ഇതിൽ തോന്നി അങ്ങനെ എഴുതിയതാണോ എന്നറിയില്ല, പക്ഷെ അത് ദൈവത്തോടുള്ള ശബ്ദമായതുകൊണ്ട് നിറവേറ്റാൻ ശ്രമിക്കണമെന്ന്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിച്ചു തുടങ്ങി ജോലിയായപ്പോൾ ആ ചിന്തയൊക്കെ പോയി എൻ്റെ മനസ്സിൽ നിന്ന്. സിസ്റ്ററാവുന്നുള്ള ചിന്ത പോയിട്ട് പിന്നെ സിനിമ കാണുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഹിന്ദി സിനിമ ഇറങ്ങിയ ആദ്യം ഞാൻ കാണുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 71-72 സിംലയിൽ കുളു വാലിയിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. ആ പോകുന്നതിന് മുമ്പ് എൻ്റെ ആൻറ്റിയെ കാണാൻ ഞാൻ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അതായത് ആൻറ്റിക്ക് വിഷമമായിരുന്നു ഇവിടെ സിംലയിലൊക്കെ പോയാൽ കന്യാസ്ത്രീ ആവില്ല, നമ്മുടെ കൈവിട്ടു പോകും എന്നുള്ളത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ പോയി സന്തോഷിച്ച് നടന്നോ, എല്ലാം കഴിഞ്ഞൊരു 30 വയസ്സാകുമ്പോൾ ചേരാൻ വന്നാൽ മതി. പക്ഷെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ എൻ്റെ സ്നേഹിതനാകണേ. അത് ഞാൻ ഇന്നും തുടരുന്നുണ്ട് ആ പ്രാർത്ഥന. സിമിലയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കല്യാണക്കാര്യം വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ പണ്ടത്തെ ശബ്ദം ഓർത്തത്. അപ്പോൾ എനിക്ക് പേടി, ഞാൻ വളരെ സ്വാതന്ത്ര്യമായിട്ട് നടന്നിട്ട് കോൺവെൻറ്റിൽ ചെന്നാൽ തിരിച്ചു പോരേണ്ടി വരുമോ. അപ്പോൾ എല്ലാവരോടും പള്ളിയിൽ ഇപ്പോൾ ആൾക്കാരുടെ മുകളിലിരിക്കുന്ന കുരിശുരൂപം പള്ളിയുടെ മധ്യത്തിലാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ ചെന്ന് 2 ആഴ്ച അവിടെ മുട്ടുകുത്തി നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ധൈര്യം തരണം സിസ്റ്റർ ആവാനായിട്ട്, എന്നെ അങ്ങ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഒരടയാളം തരണം. കാരണം കോൺവെൻറ്റിൽ പോയി തിരിച്ചു വന്നാൽ അത് ഏറ്റവും വലിയ നാണക്കേടാണ്. ആ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ധൈര്യം വന്നു. അപ്പോൾ കല്യാണക്കാര്യം കൊണ്ടുവന്നത് ലാസ്റ്റ് വന്നൊരു കാര്യം, എനിക്ക് നോ പറയാൻ പറ്റാത്തൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരണ്ട, ഞാൻ സിസ്റ്റർ ആകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സെയിൻറ്റ് ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു, ഇതാണ് കാര്യം, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എന്നെ സിസ്റ്റർ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ ഇളയ അനിയത്തി ചെറുതാണ്, ഭയങ്കര കരച്ചിലായിരുന്നു.
അന്ന് രാത്രി അവിടെ കോൺവെൻറ്റിൽ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എല്ലാവരും ഞങ്ങളൊരു 24 പേരുണ്ടായിരുന്നു പോസ്റ്റ് ലെൻസായിട്ട്. അവരൊക്കെ 1 മാസം മുമ്പേ ചേർന്നതാണ്. ഞാൻ 1 മാസം വൈകിയാണ് ചെന്നത്. അപ്പോൾ ഈ കരച്ചിലും എൻ്റെ വീട്ടുകാരുടെ സങ്കടവും കണ്ട് ഞാൻ ഉറങ്ങാൻ എഴുന്നേറ്റിരിക്കുക. അന്ന് ഗോശ്രീ പാലമൊന്നും ഇല്ല, ബോട്ടാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് നടന്നു പോയാൽ രാത്രി ഒളിച്ചു പോയാൽ വീട്ടിലെത്തില്ല, പുഴ എങ്ങനെ കിടക്കും, അല്ലെങ്കിൽ പോകാമായിരുന്നു. അങ്ങനെ കുറേ നേരം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളൊക്കെ പോയി. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് വളരെ ജോളിയായി ഹാപ്പിയായി നടന്നു. ആ സന്തോഷം ഇന്നുമുണ്ട്. ഞാൻ ടീച്ചറായിരുന്നു. സെയിൻറ്റ് ക്രിസാസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്ത ശേഷം കളമശ്ശേരി കോൺവെൻറ്റിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ വട്ടപ്പറമ്പിലച്ഛൻ മദ്യവിരുദ്ധ സമിതി ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ പ്രസംഗത്തിന് പോകുമായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിമോചന സമരം നടക്കുന്നത്. അപ്പോൾ അന്ന് കോൺഗ്രസ്സുകാർ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഫ്ലോറി വധത്തിൻ്റെയൊക്കെ അന്നൊക്കെ ഞാൻ 9ാം ക്ലാസ് ചെറുതാണെങ്കിലും വളരെ ശക്തമായിട്ട് തന്നെ അന്നത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുമായിരുന്നു. ആ സമരം തീരുന്നത് വരെ ഇങ്ങനെ വൈപ്പിൻകരയിൽ എല്ലാ സ്ഥലത്തും തന്നെ ഞാൻ പ്രസംഗത്തിന് പോയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ വിളിച്ചുകൊണ്ട് പോകും. അവസാനം അവരെ ഇലക്ഷന് നിൽക്കാനായിട്ട് ഒരിക്കൽ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, അത് വേണ്ട, ആ പണി വേണ്ട, ഇലക്ഷനൊക്കെ പോയിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ അത് വേണ്ട, അല്ലാതെ വല്ലയിടത്തും പ്രസംഗിക്കാനാണെങ്കിൽ മാത്രം പോയിക്കൊന്നേ. അന്നൊക്കെ എപ്പോഴും എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവും. കോളേജ് കുട്ടികൾ, ആൺകുട്ടികൾ ഒരിക്കലും എന്തോ ഒരു പിന്നെ പരിപാടി ഇവർക്കെതിരായിട്ട് വെച്ചിട്ട് വിദ്യാർത്ഥികളെന്ന് മാത്രം വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട് നീളെ നടന്ന് ഞങ്ങളോടൊക്കെ പിരിവ് വാങ്ങിയിട്ട് വിദ്യാർത്ഥികളെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ കാശ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ഫ്ലോറി ദിനമെന്നും പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥിനികളുടേതായിട്ട് വേറൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. പുറത്തുനിന്നൊക്കെ ആളുടെ പ്രസംഗത്തിനൊക്കെ വിളിച്ചു. അങ്ങനെ ചെറുപ്പം മുതലേ ഒരു നേതൃപാഠവും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ എങ്ങനെയോ മനസ്സിലായി ഞാൻ പ്രാസംഗികയാണെന്നുള്ളത്. അങ്ങനെ അച്ഛൻ ഈ സമരം നടക്കുന്നിടത്തൊക്കെ എന്നെ വിളിക്കും പ്രസംഗിക്കാനായിട്ട്. അങ്ങനെ പോയിപ്പോയി അവസാനം കളമശ്ശേരിയിൽ നിന്ന് പൂനമാവ് സൈഡില്ല മുട്ടിനകത്ത് സുപ്പീരിയറായിട്ട് 3 കൊല്ലം പോയി. പിന്നീട് ഇവിടെ മേഴ്സിയം എറണാകുളം ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവിടെ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഓഫീസിൽ വന്ന് സഹായിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് ഞാൻ അവിടെ അവസാനം അവിടുത്തെ ആനിമേറ്ററായി. അങ്ങനെയാണ് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാര്യം. സത്യത്തിൽ ഇത് ആരംഭിക്കുന്നത് സഭാപരമായിട്ടാണ്. 1997 ഡിസംബർ 8-ാം തീയതി POCയിൽ ചേർന്ന KCBC യോഗത്തിൽ വെച്ച് മെത്രാന്മാരുടെ സമിതിയിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ഇതിനുവേണ്ടിയുള്ള മുറവിളികളൊക്കെ ഉണ്ടായിരുന്നു. തലശ്ശേരിയിലെ തൈത്തോട്ടത്തച്ഛനൊക്കെ ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. നിരോധന സമിതി വളരെ സാമൂഹികമായിട്ട് രംഗത്തുണ്ടായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ വികാരിയച്ഛനായി വന്നൊരിടവകയുണ്ട്, ചിറ്റൂർ, എറണാകുളം ജില്ലയിൽ ചിറ്റൂർ എന്ന് പറഞ്ഞാൽ തിരുക്കുടുംബ ഇടവകയിൽ. അവിടെ ഞാൻ 94 വർഷത്തിലെ 2 വർഷക്കാലം അവിടെ ഏതാണ്ട് 10 ഷാപ്പുകളുണ്ടായിരുന്നു. അതിൽ 4 മാത്രമേ ലീഗലായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇല്ലീഗലായിട്ടുള്ള ഷാപ്പുകളാണ്. ആ മദ്യത്തിൻ്റെ വിപത്ത് കൊണ്ട് ആ നാട് നശിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ അവിടെ പോകുന്നത്. ചെന്നിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു മദ്യ നിരോധന സമിതി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സമരം ഒരു ഷാപ്പ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. പിന്നീട് അവരുടെ ആ സമരം വളരെ ഒരു സംഘടന രീതിയിലേക്ക് നീങ്ങിയപ്പോൾ അവർ സഹായത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു, പള്ളിയിൽ വന്നു. ആദ്യമൊക്കെ ഞാൻ മടിച്ചു, കാരണം ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ പിന്നീട് ആ സമരം വിപുലമായി. അപ്പോൾ അവർക്ക് വളരെ ആൾബലങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. പോലീസും അന്നത്തെ എല്ലാം അവരുടെ കൂടെയായിരുന്നു. പക്ഷെ പിന്നീട് ഈ സമരം വന്നപ്പോൾ ഗുണ്ടകൾ വന്നു, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ സമരക്കാർ പള്ളിയിൽ വന്നു എന്നോട് സഹായം ചോദിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് അതിലേക്ക് ഞാൻ ചെന്നു. പിന്നീട് പള്ളിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു.
അപ്പോൾ പള്ളിക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തു. നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ 10ഓളം ഷാപ്പുകളുണ്ട്. അത് ഒരു ദിവസം 5000-ഓളം രൂപ പിരിയും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 10 ഷാപ്പ് 50,000 രൂപയാണ്. അതൊരു ദിവസമാണ്. അതൊരു ആഴ്ച എത്രയാണ്, അതൊരു മാസം എത്രയാണ്, അതൊരു കൊല്ലം എത്രയാണെന്നുള്ള ഞാൻ ചോദിച്ചപ്പോൾ ആളുകൾ ഞെട്ടി. ഇത്രമാത്രം പണം ഈ നാട്ടിൽ നിന്നും ഇങ്ങനെ ഊറ്റിക്കൊണ്ടുപോകണ ഇത് ന്യായമല്ലെന്നും നീതിയല്ലെന്നും ജനത്തിന് ബോധ്യമായി. പിന്നീട് ജനത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളിതിന് ഈ ഒരു തിന്മ ഈ നാട്ടിൽ നിന്ന് അകറ്റാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഞായറാഴ്ച പറഞ്ഞിട്ട് ആ ഞായറാഴ്ച പള്ളിമുറ്റത്തേക്ക് വരാൻ പറഞ്ഞു. അവർ വൈകുന്നേരം പറഞ്ഞു. അന്ന് ഏതാണ്ട് 7000 മനുഷ്യർ ഒരുമിച്ച് കൂടി. പിന്നെ അവരെല്ലാവരും കൂടി നാടിൻ്റെ എല്ലാ ഷാപ്പിൻ്റെ മുമ്പിൽ കൂടി യാത പോയി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ മദ്യം വേണ്ട, ഷാപ്പ് വേണ്ട, ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും മതിയെന്ന് പറഞ്ഞു. പക്ഷെ അതോടുകൂടി ഷാപ്പുടമകളും ഈ പറഞ്ഞ അബ്കാരികളൊക്കെ ഞെട്ടാലായി. പിന്നെ അവരവരുടേതായ രീതിയിലേക്ക് സംഘടിതമായി നമ്മളോട് വന്നു. നമ്മൾ 10 ഷാപ്പുകളിലേക്ക് സമരം വ്യാപിപ്പിച്ചു. പിന്നെ ആ സമരം നീണ്ടു. 193 ദിവസം സമരം നടന്നു. അതിനിടയിൽ പല കേസുകളൊക്കെ ഉണ്ടായി. ഞാനും കേസ് കൊടുത്തു. അതായത് ഇത് ഇല്ലീഗലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ കമ്മീഷൻ വന്നു. അത് അളന്നപ്പോൾ ഈ 4 എണ്ണം ഒഴിച്ച് ബാക്കി 4 ഇല്ലീഗൽ ഇതുണ്ട്. നിയമപരിധി ലംഘിക്കണമായിരുന്നു. എല്ലാം നിയമപരിധി നിയമം ലംഘിക്കുന്നതുമായിരുന്നു. അതിനുശേഷം പിന്നീട് അന്ന് കെ ബാബു ആയിരുന്നു MLA. അന്ന് 1994 തോന്നുന്നു മാർച്ച് അവസാനം 31 ഏപ്രിൽ 1-ാം തീയതി ഈ ഷാപ്പുകളെല്ലാം പൂട്ടി. ഒരെണ്ണം ഒഴിച്ചു. അതായത് ഇപ്പോൾ ചിറ്റൂർ ധ്യാന മന്ദിരത്തിൻ്റെ അടുത്തൊരു കള്ള് ഷാപ്പുണ്ട്. അത് പൂട്ടിയില്ല. കാരണം അത് ദൂരപരിധി ലംഘിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അത് പൂട്ടിയില്ല. ബാക്കി 9 പൂട്ടി. പിന്നീട് അവിടെ നടന്നത് വലിയൊരു മാറ്റമാണ്. ജനങ്ങളുടെ അതുവരെ ഒരു സാമ്പത്തിക അടിത്തറയില്ലാത്തൊരു സമൂഹം, വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളിലൊക്കെ വരുന്ന പിള്ളേരുടെ രീതികളൊക്കെ വളരെ മോശം. അന്ന് കടകൾ ഒരു റേഷൻ കടയും 2-3 ചായക്കടകളും ഉള്ളു. പക്ഷേ ഷാപ്പുകൾ 10 അപ്പോൾ ആ പൈസകളെല്ലാം പോയി ഷാപ്പിലല്ലേ വീഴുക. പള്ളിയിൽ അന്നത്തെ സഞ്ജീപ്രിയവൻ ഉറങ്ങുന്നുണ്ട് 300 രൂപ ഉണ്ടൊക്കെയാണ്. പിന്നീട് ഇത് മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരുടെ വേഷവിധാനത്തിൽ മാറ്റം വന്നു. പിന്നെ ചായക്കടകളിലൊക്കെ മറ്റു അരിക്കടകളിലൊക്കെ പൈസ കൂടി. പിന്നെ നാട് അങ്ങോട്ട് മാറി. പിന്നീട് ദൈവം അയച്ചതുപോലെ ഒരു ധ്യാനമന്ദിരം ഇവിടെ വന്നു. പിന്നീട് ആ നാട് മദ്യത്തിൻ്റെ നാട് മാറിയിട്ട് ഇതിൻ്റെ ദൈവത്തിൻ്റെ നാടായിട്ട് അത് മാറി. ഞാൻ പറയണത് ആ ഒരു തിന്മ നാട്ടിൽ നിന്ന് പോയപ്പോൾ ആ നാടിനുണ്ടായ വലിയ മാറ്റം. അത് ഈ പറഞ്ഞ 93-94 കാലയളവിലാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ചാരായ നിരോധനം AK ആന്റണി കൊണ്ടുവരുന്നത്. അതിനോടനുബന്ധിച്ചപ്പോഴേക്കും മദ്യനിരോധന സമിതിയുടെ കീഴിൽ അന്ന് ജയപ്രകാശ് നാരായണൻ, മന്മഥ് സാർ ഇവരൊക്കെ വലിയ പ്രതിഭകളായി നിൽക്കുന്ന കാലഘട്ടമാണ്. അവരുടെയൊക്കെ ശ്രമം കൊണ്ടും പിന്നെ സഭയ്ക്ക് ഇതൊരു ആവശ്യമുണ്ടെന്ന് വന്നതുകൊണ്ടും 98-ലാണ് KCBC സ്ഥാപിതമാകുന്നത്. 99 ഫെബ്രുവരി 15-ാം തീയതിയാണ് വരാപ്പുഴ അതിരൂപതയിൽ ഇതിൻ്റെ, കാരണം ആ നിർദ്ദേശം ഉണ്ടായിരുന്നു അന്നൊരു നമ്മുടെ കേരളത്തിലെ 3 റീത്തുകളിലും എല്ലാ രൂപതയിലും ഈ പ്രസ്ഥാനം വേണമെന്നുള്ളത്. അതനുസരിച്ച് നമ്മുടെ വരാപ്പുഴ അതിരൂപതയിൽ അന്ന് നമ്മുടെ കൊർണേലിയസ് പിതാവിൻ്റെ കാലത്ത് ഈ പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നെ അതിനുശേഷം വരാപ്പുഴ അതിരൂപതയിൽ 65,000 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലേക്ക് അന്ന് സമിതിക്ക് 10,000 അംഗങ്ങളുണ്ട്. എല്ലാ ഇടവകളിലും തന്നെ സമിതി ഉണ്ടായിരുന്നു. സമിതികൾ ഇത് റിസോഴ്സായുള്ളൊരു ടീമുണ്ടാക്കി. ആ ടീം നമ്മുടെ രൂപതയുടെ എല്ലാ പള്ളികളിലേക്കും ഓരോ ദിവസം നിശ്ചയിച്ചിട്ട് പോകുകയും വീട് തോറും കയറിയിറങ്ങി ലഹരികളെല്ലാം കൊടുത്ത് ആളുകളെ ബോധവൽക്കരിച്ചു. ഒപ്പം മദ്യപാനികളായിട്ടുള്ളവരെ കണ്ടുപിടിച്ചു. അവരെ എന്ത് ചെയ്തു, റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലേക്ക് അയച്ചു. അതുകൂടാതെ ഈ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനുള്ള ലോൺ കൊടുക്കാൻ ആരംഭിച്ചത്. അതുപോലെ തന്നെ പഠിക്കാൻ സാധിക്കാതെ പോകുന്ന കുട്ടികൾക്ക് സ്റ്റഡി കിറ്റ് എന്ന നിലയിൽ പഠിക്കാനുള്ള എല്ലാ എന്താണ് പറയുന്ന സാധനങ്ങളിലൊക്കെ കൊടുക്കുന്നു. ഏതാണ്ട് ഒരേ വർഷം 2,000-ഓളം 3,000-ഓളം കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു.
അങ്ങനെ 10-15 വർഷം അത് ചെയ്തു. പിന്നെ കൂടാതെ തെരുവിൽ ഇറങ്ങിയിട്ട് സമരങ്ങൾ നടത്തുമായിരുന്നു. എല്ലാ കിറ്റ് ഇന്ത്യ ദിനത്തിൽ കിറ്റ് ലിക്കർ ഡേ എന്ന് പറഞ്ഞ് നടത്തുമായിരുന്നു. ഗാന്ധി ജയന്തിയുടെ ദിനത്തിൽ ഗാന്ധി ജയന്തിയുടെ പേരിൽ സമരങ്ങൾ നടത്തുമായിരുന്നു. പിന്നെ കൂടാതെ നിരവധി ഷാപ്പുകൾക്കെതിരെ സമരം നടത്തി. പിന്നെ വടുതലയിൽ മദ്യഷാപ്പിനെതിരെ ഏതാണ്ട് 300 ദിവസങ്ങൾ സമരം ചെയ്തു. അന്ന് KV തോമസ് എക്സൈസ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടെ ഈ സമര നേതാക്കന്മാരുടെ ആ തീക്ഷ്ണത കണ്ടത് പൂട്ടിക്കാൻ ഇടവന്നു. അതുപോലെ നമ്മുടെ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സമരങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം നമ്മുടേതായിട്ടുള്ള പങ്കുവഹിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സിസ്റ്റർ ആനമ്മ ഇതിൻ്റെ ആനിമേറ്ററായിട്ട് വരും. അതിനു മുമ്പേ എൻ്റെ സിസ്റ്റർ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. സിസ്റ്റർ നല്ല പ്രാസംഗികയാണ്, നല്ല ബോൾഡായിട്ട് സമൂഹത്തിനോട് കാര്യങ്ങൾ പറയും. ഗവൺമെൻറ്റിനെതിരായിട്ടോ അല്ലെങ്കിൽ അബ്കാരിക്കെതിരായിട്ടോ ശബ്ദമുയർത്തുന്നതിൽ ആനമ്മയ്ക്ക് യാതൊരു പേടിയുമില്ല. വളരെ സമർപ്പണത്തോടുകൂടി ചങ്കുറപ്പോടുകൂടി ഈ തിന്മയ്ക്കെതിരെ ശക്തമായി സംസാരിക്കുമായിരുന്നു. ആദ്യ പട്ടം തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാ വീടുകളിലും പോകും, ഓരോ ഇടവകയിലും. ആ വീടുകളിൽ പോയിട്ട് ബോധവൽക്കരണം, മദ്യത്തിൻ്റെ ദൂഷ്യത്തെക്കുറിച്ച് പറയലാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ പറയും, സ്ത്രീകളാണ് ഇതിനെ വളം വെച്ച് കൊടുക്കുന്നത്. കാരണം അന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കിയേക്കണത് അമ്മമാർക്കും മക്കൾക്കും അവർക്ക് അപ്പച്ചനോ ചേട്ടനോ കുടിച്ചാൽ കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടിയാൽ മതി. ഈ കുടിയന്മാർ കുടിച്ച സന്തോഷത്തിന് വീട്ടിൽ വരവ് ചീത്ത കേൾക്കാതിരിക്കാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും, ഇവർക്ക് ഡ്രസ്സായിട്ടും തിന്നാനായിട്ടും. അപ്പോൾ 1-2 വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, അപ്പച്ച കുടിച്ചാലും സാരമില്ല, ഞങ്ങൾക്ക് എല്ലാം മേടിച്ചു തരുന്നുണ്ട്. ഭാര്യമാരും പറയും, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ നോക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, കുഴപ്പം ഇപ്പം ഇല്ല, ഇവരവസാനം ക്യാൻസർ രോഗികളാകുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും? അതാണ് കുഴപ്പം പറ്റാൻ പോകുന്നത്. ഒരു ദിവസം കലൂരിൽ നിന്നൊരു സ്ത്രീയെ വിളിച്ച് സംസാരിച്ചു. അയാളുടെ വിഷമങ്ങൾ പറയാണ്, ഭർത്താവിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറിയ കൊച്ചാണ്, കൊച്ചിൻ്റെ സ്വരം കേൾക്കാം. സിസ്റ്ററെ തിരിയുന്നില്ല ശരിക്കും. അപ്പച്ചൻ വരം, എനിക്ക് പേടിയാണ് സിസ്റ്ററെ, എനിക്കിവിടെ നിൽക്കണ്ട. അപ്പം നമുക്കത് വിഷമം തോന്നുക. അതേപോലെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ സംസാരിച്ചു. അപ്പോൾ അവർ പറയാണ്, ഇയാൾ കുടിച്ചു വന്നിട്ട് കിടന്നുറങ്ങും, പാതിരയാകുമ്പോൾ എഴുന്നേക്കും, എന്നിട്ട് അമ്മയും മോളെ എഴുന്നേൽപ്പിച്ചിരുത്തും. പിന്നെ അവർക്ക് ഉറങ്ങാൻ പാടില്ല. ഇയാളും എഴുന്നേറ്റിരിക്കണം, അവരും ഇരിക്കണം. എന്നിട്ട് അന്ന് വല്ല TV കാണുക വല്ലതും ചെയ്യുന്ന വെച്ചാൽ അയാൾ TV-യുടെ മുമ്പിൽ വന്നിട്ട് TV-യിലേക്ക് മൂത്രമൊഴിക്കും. അങ്ങനെ എല്ലാം കൊണ്ട് ശല്യമാണ്. പിന്നെ ചിലർ വരും ഇവിടെ മുതുകത്തും കഴുത്തിലും മുഖത്തൊക്കെ അടിച്ച് പാടുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ചിലർ പറയും നിരാശയായി, ജീവിക്കണമെന്നില്ല. അങ്ങനെ പലരെയും പെട്ടെന്നൊന്നും ഇവർ മാനസാന്തരപ്പെടുകയില്ല, കുടി നിർത്തുകയില്ല. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ചികിത്സയ്ക്ക് അയക്കും പല സ്ഥലത്തും. പിന്നെ ധ്യാന കേന്ദ്രത്തിലയക്കും. അതിന് വേറൊരു സിസ്റ്ററുണ്ട്. സിസ്റ്ററാണ് ഇവരുടെ പുറകെ നടന്ന് ധ്യാന കേന്ദ്രത്തിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്. പിന്നെ കൂടുതലും നമ്മൾ കേൾക്കേണ്ടി വരുന്നത് കുടിയേക്കുന്ന ആളുകളുടെ ഭാര്യമാരുടെയും മക്കളുടെയും സങ്കടമാണ്. അവർ ഓഫീസിൽ വന്നിട്ട് ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളും കരഞ്ഞു പോകും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. വരാപ്പുഴ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി രജത ജൂബിലിയുടെ നിറവിലാണ്. 1999 അന്നത്തെ മെത്രാപ്പോലീത്തയായിരുന്ന അഭിമന്യ ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഈ പ്രസ്ഥാനം അതിരൂപതയിൽ ആരംഭിച്ചത്. അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും തന്നെ ഇതിൻ്റെ യൂണിറ്റുകൾ ആരംഭിക്കപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന് ശക്തമായ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും വലിയ നേതൃത്വമുണ്ടായി. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ അച്ഛൻ്റെ സമർപ്പണവും ആത്മാർത്ഥതയും ഈ ഒരു പ്രസ്ഥാനത്തോടും ഇതിൻ്റെ കർമ്മപദ്ധതികളോടും അച്ഛൻ കാണിച്ച ആ വലിയ ഉത്തരവാദിത്വവും ഒക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ കാരണങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സ്ട്രാൻ ഈ ഒരു സമിതിയുടെ ആനിമേറ്ററായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമയം മുതൽ തന്നെ ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗമായിട്ടാണ് ഈ ഒരു ഉത്തരവാദിത്വത്തെ സിസ്റ്റർ കണ്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അച്ഛനോടൊപ്പം ചേർന്ന് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയും അണികളെയും എല്ലാം ഒരു കുടക്കീഴിൽ നിരത്തി ഈ പ്രസ്ഥാനത്തെ ശക്തിയോടെ മുന്നോട്ട് നയിക്കാനായിട്ട് സിസ്റ്ററിന് കഴിഞ്ഞു. സിസ്റ്റർ എന്നും ഞങ്ങളോട് പ്രാർത്ഥിക്കണം, ഞാൻ ഇന്ന പരിപാടിക്ക് പോവാണ്, നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും വേണം എന്ന് സിസ്റ്റർ ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പറ്റുന്നിടങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോകാറുമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അഭിമാനമാണ് ആനമ്മ എന്ന് പറഞ്ഞാൽ. കാരണം ഈ 80 വയസ്സിലും വളരെ ചുറുചുറുക്കോടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും കവലകളിലും മറ്റും പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ സിസ്റ്ററാണ് അവിടെ നിന്ന് പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. സിസ്റ്റർ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ച് അപ്ഡേറ്റ് നോളേജാണ് സിസ്റ്ററിനുള്ളത്. അതനുസരിച്ച് പൊളിറ്റിക്കൽ ആയാലും ഏത് തരത്തിലായാലും സിസ്റ്ററിന് സംസാരിക്കാൻ നല്ല കരുത്തുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുക്ക് വനിത എന്ന് പറയാം. കാര്യം ആരെയും പേടിയില്ലാത്ത ഒരു സിസ്റ്ററാണ്. എന്തു പറയാനും ആരുടെ മുഖത്ത് നോക്കി പറയാനും എന്ത് തെറ്റ് കണ്ടാലും അത് വിളിച്ചോതുവാനും സിസ്റ്ററിന് മടിയില്ല. ഞങ്ങൾക്ക് ആനമ്മയെന്ന് പറഞ്ഞ എല്ലാമാണ്. കാരണം ആനമ്മ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും, അതുപോലെ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ആനമ്മയായിരിക്കും ആദ്യം വണ്ടിയിൽ കയറി മുന്നിൽ സീറ്റിലിരിക്കുന്നത്. ഒരു കാര്യത്തിലും ഒരു മടി തോന്നാറില്ല. ഏത് മരിച്ച വീട്ടിലും പോകാൻ ആനമ്മ ആദ്യം ഉണ്ടായിരിക്കും. എന്തു കാര്യങ്ങളും ഓഫീസിന്റെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഭാരവാഹികൾ വരാൻ വൈകിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഇഷ്ടത്തിന് വാ മോടി നമുക്ക് പോയി ആ കാര്യം നടത്തിയിട്ട് വരാം. അപ്പം ഞാൻ കൂടെ പോയി. പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ജപമാല റാലികളും പുറത്തുള്ള പരിപാടികൾ, ഫീൽഡിലുള്ള പരിപാടികളൊക്കെ വരാൻ നേരത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണം. അപ്പം നമ്മൾ അവരുടെ അനുമതി മേടിക്കാനായിട്ട് സ്വന്തമായിട്ട് എന്നെക്കാളും മുന്നിലിറങ്ങി ആ കാര്യം സാധിക്കും. ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. വല്ലാർവട റാലിയുടെ ഇതിന് വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടിയിട്ട് ഭാരവാഹികൾ വരാൻ വൈകിയപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞ്, കൊച്ചേ എൻ്റെ കൂടെ വരണ്ട, ഞാൻ പോണേണെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. അപ്പം ഞാൻ ചോദിച്ച്, സിസ്റ്റർ എവിടെ പോണേന്ന്? ഇതേ പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് അത് മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അവർ വരട്ടെ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവരൊക്കെ ഇനി എപ്പോഴാണ് എത്രയെന്നൊന്നും അറിയാൻ പറ്റൂലെന്ന് പറഞ്ഞു. ചെന്ന് ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ടഴിഞ്ഞിട്ട് ഓടി പുറത്തേക്ക് വന്നു വെച്ചാൽ, സിസ്റ്റർ എന്തിനാ വന്നത്? ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നില്ലേ. അത്രയും ശക്തമാണ് മനസ്സ്. ഇത്രയും പ്രായമായിട്ട് പോലും ആ മനസ്സിൻ്റെ ശക്തി, എന്തോ ദൈവത്തിൻ്റെ കൃപ വളരെയധികം സിസ്റ്ററിനുണ്ട്. സിസ്റ്ററിൻ്റെ കുടുംബത്തിനും അവിടെ സിസ്റ്ററിൻ്റെ ബ്രദറും അച്ഛനാണ്. നല്ലൊരു ഫാമിലിയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ആ ഫാമിലി വെൽഫെയർ സെൻ്ററും പഴയ ഓഫീസിൽ 61 പടി കയറി വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പം ESSലേക്ക് ആ ഓഫീസ് മാറ്റിയേക്കുന്നത്. ആ 61 പടിയും നമ്മളൊക്കെ ഓരോ ഫ്ലോർ വരുമ്പോഴേക്കും നിന്നിട്ടാണ് കയറി വരുന്നത്. ഇത് ഒറ്റടിക്ക് കയറി വന്ന് ഞാനൊക്കെ വിചാരിക്കണതിന് മുമ്പ് എല്ലാ കാര്യവും ഒരുക്കിയിട്ടേ വരുള്ളൂ. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് സിസ്റ്റർ വരുന്നത്. അപ്പം ഞാനൊക്കെ ദൈവമേ ഞാൻ ഈ കാര്യം മറന്നുപോയില്ല എന്ന് പറഞ്ഞാൽ ആ കൊച്ചെല്ലാം മറക്കും. എല്ലാ കാര്യങ്ങളും ഓഫീസിലെ എല്ലാ ചിട്ടവട്ടങ്ങളും എല്ലാം ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ലാതെ പറയേണ്ടടുത്ത് പറയേണ്ടടുത്ത് ശക്തമായിട്ട് തന്നെ പറയും. അതിലെ സപ്പോർട്ട് പാവങ്ങളെ സഹായിക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ, സമരത്തിനും എല്ലാ കാര്യത്തിനാണെങ്കിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് എല്ലാം ഇതായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് ഞങ്ങളുടെ സിസ്റ്റർ ആനമ്മ. ഒരു കുടിയനുണ്ടായിരുന്നു അവിടെ താഴെ. അയാൾ ഒരു ദിവസം കുടിച്ച് ബോധമില്ലാണ്ട് ആ മെട്രോ പാലത്തിൻ്റെ റെയിലിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഞാൻ അന്നപ്പോൾ കോൺവെൻറ്റിലെ വയസ്സായ ഒരു ചേച്ചി മരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അന്ന് കാലിന് എനിക്ക് അസുഖമൊന്നുമില്ല, പെട്ടെന്ന് ഓടിച്ചാടി നടക്കാൻ ഒറ്റയ്ക്ക് പോരുകയാണ്. താഴെ വന്നപ്പോൾ താഴെയുള്ള സെക്യൂരിറ്റി പറഞ്ഞു, അനമ്മയാ കിടക്കുന്നത് നമ്മുടെ ഡേവിസ് ആണെന്ന് പറഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിന് അവൻ ഉണർന്നു. ആ നേരത്ത് എഴുന്നേറ്റിട്ട് നല്ല ബോധമൊന്നുമില്ല, ആടിയാടിയാണ് നിൽക്കുന്നത്. മുണ്ടഴിഞ്ഞു പോയിട്ട് അത് ഉടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് എന്നെ കണ്ടത്. അമ്മേ റോഡ് ക്രോസ് ചെയ്യാനാണോ? വാ എൻ്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ നാണമാകുന്നുണ്ട്. അപ്പുറം ഇപ്പുറം വണ്ടികൾ തന്നെ ആ വണ്ടിയിലിരിക്കുന്ന ആളിനെ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയും, അമ്മ ധൈര്യമായിട്ട് വരാം, എൻ്റെ കൈ പിടിച്ചോ, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അനുഭവം ഉണ്ടായിരുന്നേ. ഞങ്ങൾ നടന്ന് ആ വീടിനടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അകത്തിരുന്നുണ്ട്, നിൽക്കടി അവിടെ നിന്ന് കേട്ടു. അപ്പോൾ ആകെ പേടിച്ച ഞാനും എൻ്റെ കൂടെ അവിടെ നിന്നു. പിന്നെയും പറഞ്ഞു, നിൽക്കടി, ഇനി ഒരടി വെച്ചാൽ നിൻ്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്ത് ചെയ്യും, ഒരു വിജനപ്രദേശമാണ്, വല്ലെടുത്താണ് ഒരു വീടുള്ളതൊക്കെ. പിന്നെ പഠിച്ച് പതുക്കെ ചെന്നപ്പോൾ കാരണം
ഇയാളകത്ത് ഒരു കോഴിയും 2-3 കുഞ്ഞുങ്ങളുണ്ട്. ഇയാൾ കുടിച്ച് വെളിയിൽ വന്നിട്ട് ആ കോഴിയോട് കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്, നിക്കടി അവിടെ. പക്ഷേ ഞങ്ങളോടാണെന്ന് വിചാരിച്ച് ശരിക്കും പേടിച്ചു വന്ന്. നീ 25 വർഷത്തെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നത് ആനമേനെയാണ്. ആനമയ്ക്ക് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ആനമയുടെ ഇടപെടലുകൾ സദ്യത്തിൽ എന്താണ് പറയുന്ന ഒരു പിടിപ്പുള്ള ആളാണ് ആനമ്മ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ ശരിയായി എടുക്കാൻ ആനമ്മ എപ്പോഴും സഹായിക്കുമായിരുന്നു. പിന്നെ എപ്പോഴും എന്നെ കേൾക്കാനും പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനും ആനമ്മ നിരവധി ഉപദേശങ്ങളും ഇടപെടലുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്തൊരു ആനന്ദമായിരുന്നു ഇല്ലേ, എന്തൊരു സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ നമ്മുടെ ഓഫീസ് ഒരിക്കലും പൂട്ടേണ്ടി വന്നിട്ടില്ല. ഒന്നിൽ ഞാനില്ലെങ്കിൽ ആനമ്മ അവിടെ കൃത്യമായിട്ടുണ്ട്. അതുപോലെ മോളിച്ചേച്ചി ഒരു ആനമ്മയുടെ ഒരു ചിറക് പോലെ അല്ലേ, ഒരു നിഴല് പോലെ എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ സ്റ്റഡി കിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് വലിയൊരു സംരംഭമായിരുന്നു. എന്തൊരു അധ്വാനമുള്ള നമ്മുടെ എന്താണ് പറയുന്ന പാപ്പാളി ഹോളിൽ അല്ലേ, പാപ്പാളി ഹോളിൽ അത് നടത്തുമ്പോൾ 2000 പേര് കുട്ടികൾ മാത്രം, അതിൻ്റെ മാതാപിതാക്കൾ എല്ലാം കൂടിയുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ എത്ര കാര്യക്ഷമമായിട്ടാണ് നടത്താൻ ആനമ്മ എന്നെ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രവർത്തകരുടെ കൂട്ടായ്മയോട് കൂടി നേരത്തെ തന്നെ ഒരുക്കി, പിന്നെ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത്, പിന്നെ കുട്ടികൾക്കെല്ലാം അല്ലേ ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കി, അതൊക്കെ ഒരിക്കലും മറക്കാത്ത അനുഭവമാണ്. പിന്നെ എനിക്ക് അസുഖമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അനമ്മ ഒരു അമ്മയെ പോലെയായിരുന്നു. അത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആശയപരമായിട്ടൊക്കെ ചില സമയത്തൊക്കെ ഉടക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ വ്യക്തിബന്ധത്തെ ഒരിക്കലും മാറ്റില്ല. ഇന്നും ഇപ്പം അനമ്മ എന്ന് പറഞ്ഞ ആ ഒരു ബെഗ്രീഫ്, ആ ഒരു കൺസെപ്റ്റ് സത്യത്തിൽ എൻ്റെ ഇരിക്കണം. ഞാനാണ് അമ്മ ചേർത്ത് വിളിക്കാൻ തുടങ്ങി. ഇന്ന് വരാപ്പുഴ രൂപതയിൽ എല്ലാവരും സിസ്റ്ററിനെ ആനമ്മയെന്നാണ് വിളിക്കുക. ഇന്ന് സത്യത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു അമ്മയാണ് ആനമ്മ. അതുപോലെ നിരവധി നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. നല്ല എന്താണ് പറയുന്ന, ഒന്നാമത് നല്ല ഒരു പെർസ്യൂറൻസ് ആണ്. ഒരു സംഗതി വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തണം. എത്ര എതിർപ്പുണ്ടായാലും അത് പ്രശ്നമല്ല, അത് നടത്തിയിരിക്കും, പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ആര് ഹർട്ട് ചെയ്യോ പിടിക്കുമെന്നല്ല, സത്യമാണെങ്കിൽ സത്യം പറയും. അതുപോലെ തന്നെ ഒരു വിഷയത്തോടുള്ള പ്രതിബദ്ധത അത് അങ്ങേയറ്റ ആനമ്മയ്ക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസ്ഥാനത്തോടുള്ള ഒരു, ഇന്നും ഇത്ര വയസ്സായില്ലേ എന്നിട്ട് പോലും അതിനോടുള്ള ആ ഒരു സ്നേഹവും അതിനോടുള്ള ആ സമർപ്പണ മനോഭാവവും അതൊക്കെ ആനമ്മയുടെ വലിയ നന്മകളാണ്. അതുപോലെ തന്നെ ഒരു ആധികാരികതയുണ്ട് ആനമ്മയ്ക്ക്. ആനമ്മ പറഞ്ഞാൽ അപ്പുറത്തേക്ക് ആരും പോകില്ല. കാരണം പറയുന്നത് ചിലർക്ക് അത് പിടിക്കൂല, അത് നേരെയായിരിക്കും. പക്ഷേ ആനമ്മ പറയേണ്ടത് പറയും. കർത്താവ് തന്നെ പറഞ്ഞത് അത് ദരിദ്രർക്ക് സുവിശേഷം വരളാനും അടിച്ചമർത്തപ്പെട്ടവരെ മോചിക്കാനും ബന്ധിതരെ മോചിക്കാനും ഒക്കെ അത് നമ്മുടെ ദൗത്യമാണ് അല്ലേ. ആ ദൗത്യം നമ്മൾ യേശുവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് സമൂഹത്തിൽ തിന്മയ്ക്കെതിരെ പൊരുതി നന്മയുടെ ഒരു ദൈവരാജ്യം സൃഷ്ടിക്കുക എന്നുള്ള വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. പൗലോസ്ലിയ പറഞ്ഞ പോലെ എൻ്റെ ഓട്ടം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതുപോലെ കർത്താവ് വിചാരിക്കുന്ന കാലത്തോളം നന്മ ചെയ്ത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് അങ്ങേറ്റം വരെ പോട്ടെ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആഗ്രഹം ഇപ്പം ഇത്രയും വയസ്സായ കാരണം ഒരു നല്ല മരണം കിട്ടണം.